പൂവച്ചൽ പഞ്ചായത്ത് 23 വാർഡുള്ള 2 പഞ്ചായത്തിന്റെ വലിപ്പമുള്ള വലിയ പഞ്ചായത്താണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്. സാധാരണപ്പെട്ട പാവപ്പെട്ടവർ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന ഒരു സ്ഥലമാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ സെക്രട്ടറി ആണ് മെയിനായിട്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ടത്. സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട സെക്രട്ടറി ഇല്ല. സാധാരണപ്പെട്ടവർ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിൽപ്പുണ്ട്. സെക്രട്ടറി ഇല്ല, അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല, സൂപ്രണ്ട് ഇല്ല, അക്കൗണ്ടന്റ് ഇല്ല, പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരും ഇല്ല. ഈ ജീവനക്കാരെയെല്ലാം MLA മോളിൽ വിളിച്ചിരുത്തി വെറുട്ടി ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു കാരണം, നിങ്ങൾ എന്ത് ചെയ്തു ജോലി? നവകേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല ചോദിക്കുന്നത്. നവകേരളത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അടിയന്തരമായി അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് സ്റ്റാഫുകളെ വിളിച്ച് മോളിന് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ നിർത്തിയില്ല. പാവപ്പെട്ടവര് വളരെ പട്ടിണിയിലും രോഗത്തിലുമാണ്. നിരവധി രോഗത്തിലായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനമില്ല. 5 മാസമായ മുടക്കമാണ്. ആകെ 1 മാസത്തെ പെൻഷൻ കൊടുത്തതിൽ പോലും അതിന് യഥാർത്ഥ ആളുകൾക്ക് കൊടുത്തില്ല. 1000-ഓളം പേർക്ക് പെൻഡിങ്ങാണ് കൊടുത്തിട്ടില്ല. അത് ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ്, അതായത് മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല, പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന പേപ്പർ കൊടുത്തിട്ടില്ല എന്നൊക്കെ അനാവശ്യമായ കാരണങ്ങൾ കണ്ടെത്തി പെൻഷൻ അവർക്ക് 1000-ഓളം പേർ കൊടുത്തിട്ടില്ല. അങ്ങനെ നിരവധി പേർ കഷ്ടപ്പെടുകയാണ്. അതിനിടയ്ക്ക് നവകേരളത്തിന് വേണ്ടി ദൂർത്ത് നടത്താൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യേണ്ട, ഇവിടുത്തെ ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്ന, പാവപ്പെട്ടവരെ പിഴിഞ്ഞ് അടയ്ക്കുന്ന ടാക്സ് എടുത്തുകൊണ്ട് 50,000 രൂപ ഇന്നലെ സെക്രട്ടറി നവകേരളത്തിന് കൊടുത്തു. 23 അംഗങ്ങളിൽ 9 അംഗങ്ങൾ മാത്രമാണ് LDF-നുള്ളത്. ബാക്കി എല്ലാവരും പ്രതിപക്ഷത്താണ്. ബാക്കി ഉള്ള BJP 6, കോൺഗ്രസ് 8 പേരുണ്ട്. ഇവരെ എല്ലാവരും ആരെയും മുകളിലേക്ക് എടുക്കാതെ ഈ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ടാക്സ് കളക്ഷൻ എടുത്ത് 50,000 രൂപ സെക്രട്ടറിയെ വെറുട്ടി ഭീഷണിപ്പെടുത്തി, ഉദ്യോഗസ്ഥർ വെറുട്ടി ഭീഷണിപ്പെടുത്തി MLA ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ കാരണം സെക്രട്ടറി 50,000 രൂപ ഇന്നലെ കൊടുത്തു. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പോരാടും. ഈ ഗ്രാമപഞ്ചായത്തിലെ ദൂരത്തിനും അഴിമതിക്കും ഇവിടെ ആർച്ച വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ആർച്ച വെക്കാനെന്ന് പറയുന്ന പൈസ ബില്ലുകൾ വരും. നിരവധി പാവപ്പെട്ടവർക്ക് ചെലവഴിക്കേണ്ട പൈസ മുഴുവൻ എടുത്ത് ഈ നവകേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ദൂർത്തടിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവും. ഇവിടെ പരാതി കൊടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത, ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു കാര്യവും നടക്കാത്ത നിരവധി വിഷയങ്ങളുണ്ട്. പരാതി കൊടുത്താൽ ഒരു പരാതിക്കും പരിഹാരമില്ല. പാവപ്പെട്ടവരെ പരാതി പരിഹരിക്കാനാണോ എങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണപ്പെട്ടവരുടെ ടാക്സ് എടുത്തുകൊണ്ടാണ് ഈ ദൂർത്തടിക്കുന്നത്. ഇതിന് ഞങ്ങൾ ശക്തമായി സമരമായി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. പ്രതിഷേധം